ഒരു അച്ഛൻ്റെ മെസ്സേജ് എനിക്ക് വന്നു കേട്ടോ. അതായത് ഈ അച്ഛൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, കുട്ടികളെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ചു. മനസ്സിലായില്ലേ? കുട്ടികളെ കാണണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെ നാട്ടിൽ വരുന്നു, കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് പല പെറ്റീഷൻസും കൊടുക്കുന്നു. പക്ഷേ തിരിച്ച് ഭാര്യ ആയിട്ടുള്ള ആ അമ്മ ചെയ്തത് എന്താണെന്നറിയോ? ഇദ്ദേഹത്തിൻ്റെ പേരിൽ കള്ളക്കേസായിട്ട് കുട്ടികളെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്നു, പീഡിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കള്ളക്കേസ് കൊടുത്തു കേട്ടോ. ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അതിൽ മാനസികമായിട്ട് തളർന്നു അദ്ദേഹം അത് വിടുകയാണ്. മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുട്ടികളെ ഞാൻ പറഞ്ഞില്ല, റിവഞ്ചിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അമ്മമാർ ഒരുപാട് പേരാണ്. നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് സെപ്പറേറ്റഡ് ആകണം അല്ലെങ്കിൽ പിരിഞ്ഞ് താമസിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക. പക്ഷേ നിങ്ങളെ കുട്ടികളെ വെച്ചിട്ട് അച്ഛനെ കരിവാരിത്തേക്കുക, അമ്മയെ കരിവാരിത്തേക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഫ്യൂച്ചറിൽ ഈ കുട്ടികൾ വളർന്നിട്ട് അവരുടെ അവകാശങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു ദിവസം ഉണ്ടാകും. മനസ്സിൽ ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ അവകാശങ്ങൾ പൂർണ്ണമായിട്ട് നിഷേധിക്കുകയാണ്. അവർക്ക് അച്ഛൻ്റെയോടൊപ്പം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടാവും, അമ്മയോടൊപ്പം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടാവും, അവർക്ക് അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ടാവും, അവർക്ക് ഡ്രീംസ് ഉണ്ടാകും. മനസ്സിലായില്ലേ? നിങ്ങൾ ഒരു നേരത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ വാശി തീരുന്നത് വരെ നിങ്ങൾ കരുവാക്കുന്നത് ശരിക്കും കുട്ടികളുടെ ലൈഫാണ്, കുട്ടികളുടെ സന്തോഷമാണ്. മനസ്സിലായില്ലേ? ഓരോ അച്ഛന്മാരും കോടതി വരാന്തയിൽ കുട്ടികളെ കാണാൻ വരുമ്പോഴത്തേന് കുട്ടീനെ ഒന്ന് സമാധാനപരമായിട്ട് അവർക്ക് ഒന്ന് കാണാനും ഒന്ന് സ്നേഹിക്കാനും കൊഞ്ചിക്കാനും ഒക്കെ ആയിരിക്കും അവർ കോടതി വരാന്തയിൽ വന്ന് കാത്തു നിൽക്കുന്നത്. പക്ഷേ കുട്ടികളുടെ മനസ്സിൽ വിഷം കുത്തി വെച്ചിട്ട് അച്ഛനെ കാണുമ്പോഴത്തേക്ക് മുഖം മറയ്ക്കുക, അല്ലെങ്കിൽ അച്ഛനെ സംസാരിക്കാൻ ഒന്നിനും കൂട്ടാതെ കരഞ്ഞു വിളിച്ച് ഇങ്ങനെയൊക്കെ പോകുമ്പോഴത്തേനെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രായത്തിൽ കുട്ടിക്ക് എന്താണോ ഫീഡ് ചെയ്യുന്നത് ആ സാധനം മാത്രമേ അതിന് പുറത്തു വരുള്ളൂ. പക്ഷേ അതിന് ചിന്തിക്കാനുള്ള ഒരു സമയം എന്തായാലും ഉണ്ടാവും ജീവിതത്തിൽ. അതിനോട് ആരെങ്കിലും ഒക്കെ പറയും, അല്ലെങ്കിൽ അതൊന്നും ആലോചിക്കും എങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെ ആയത് എന്നുള്ളത്. അപ്പോൾ ആരാണോ ഇതിനെതിരെ നിൽക്കുന്നത് അവർ ശത്രുക്കളായി മാറും ആ കുട്ടികൾക്ക് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ദയവ് ചെയ്തിട്ട് ജെനുവിൻ അല്ലാത്ത കംപ്ലയിൻസ് കൊടുക്കാതിരിക്കുക. ഫ്യൂച്ചറിൽ നിങ്ങളുടെ കുട്ടി നിങ്ങൾക്കെതിരെ തിരിയുന്ന ഒരു ദിവസം വരാതിരിക്കാനായിട്ട് നിങ്ങൾ സൂക്ഷിക്കുക. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ.